ഇന്നത്തെ ദിവസം കോട്ടയത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഹീറോ ആര് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം വളരെ ലളിതമായി പറയാൻ സാധിക്കും. അത് മറ്റാരുമല്ല, കോട്ടയം DCC അധ്യക്ഷനായ നാട്ടകം സുരേഷാണ്. എന്തുകൊണ്ടായിരിക്കാം നാട്ടകം സുരേഷ് കോട്ടയത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു സുപ്രഭാതത്തിൽ വലിയ രീതിയിൽ താരപരിവേഷമുള്ള ഒരു നേതാവായി മാറിയത് എന്ന ചോദ്യം സ്വാഭാവികമായും കോട്ടയത്തിന് പുറത്തുള്ളവർ ഉന്നയിക്കുവാനിടയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിൻ്റെ പേരിലല്ല നാട്ടകം സുരേഷ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരാൽ ആഘോഷിക്കപ്പെടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ പിന്നാമ്പുറത്ത് നാട്ടകം സുരേഷിനൊപ്പം തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിന്നുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ പുതുപ്പള്ളി MLA യുവ നേതാവ് ചാണ്ടി ഉമ്മൻ്റെയും അതുപോലെ തന്നെ നാട്ടകം സുരേഷിനൊപ്പം തന്നെ കടുത്തുരുത്തി MLA മോൻസ് ജോസഫിൻ്റെയും പാലാ MLA മാണി സി കാപ്പൻ്റെയും മറ്റ് നിരവധി അനവധിയായ UDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും അധ്വാനമുണ്ട്. എന്നാൽ ഇന്ന് നാട്ടകം സുരേഷ് നടത്തിയ ഒരു പ്രസ്താവന കോട്ടയത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നടത്തിയ ഒന്നായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അസന്ദിഗ്ധമായി നടത്തിയ നിലപാട് വ്യക്തമാക്കലാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് അദ്ദേഹത്തെ ഇത്രമാത്രം പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത്. ഇനി എന്താണ് നാട്ടകം സുരേഷ് പറഞ്ഞത് എന്നും കൂടി നാം അറിയേണ്ടതുണ്ട്. ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ആവശ്യം ഇപ്പോൾ നിലവിൽ UDF ഇല്ല എന്ന നിലപാട് തന്നെയാണ് സധൈര്യം നാട്ടകം സുരേഷ് പ്രഖ്യാപിച്ചത്. നമ്മൾ ഓർക്കണം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തരംഗമുണ്ടായി കേരളത്തിലെമ്പാടും UDFന് മിന്നും വിജയമുണ്ടായ ഘട്ടത്തിൽ പോലും KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് ജോസ് കെ മാണി വിഭാഗത്തെ LDFിൽ നിന്ന് UDFിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. ഇതിനെതിരെ അന്ന് തന്നെ കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് വലിയ രീതിയിൽ പ്രതിഷേധവും ഉയർന്നു വന്നിരുന്നു. തൊട്ടു പിന്നാലെ കോട്ടയത്തെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തങ്ങളാരെയും ക്ഷണിച്ചിട്ടില്ല, തങ്ങളാരുമായും ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ അടക്കി നിർത്തുവാൻ, അല്ലെങ്കിൽ ആ മുറിവിൽ മരുന്ന് പുരട്ടുന്ന ഒരു സമീപനവും സ്വീകരിച്ചു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ജോസ് കെ മാണി വിഭാഗം വലിയ രീതിയിൽ കോൺഗ്രസ് തങ്ങളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോസ് കെ മാണി കേരള രാഷ്ട്രീയത്തിലെയും കോട്ടയം രാഷ്ട്രീയത്തിലെയും ഏറ്റവും വിലയേറിയ താരമാണ് എന്നുള്ള പ്രചരണങ്ങളുമായി കളം നിറയുമ്പോൾ ഒരുത്തൻ്റെയും ആവശ്യം ഞങ്ങൾക്കില്ല എന്ന ശൈലിയിൽ ഒരു പ്രതികരണവുമായി DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ് രംഗത്തെത്തിയത്. അദ്ദേഹം ഇതിനുള്ള കൃത്യമായ കാരണങ്ങളും അക്കമിട്ട് നിരത്തുന്നുണ്ട്. ആദ്യമായി അദ്ദേഹം പറയുന്നത് പാലായുടെ ഉദാഹരണമാണ്. പാലാ നിയോജക മണ്ഡലത്തിൽ പാലാ നഗരസഭയുൾപ്പെടെയുള്ള ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും UDF പിടിച്ചെടുത്തു എന്നാണ് നാട്ടകം സുരേഷ് അവകാശപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ UDFിൻ്റെ മികച്ച വിജയവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എല്ലാത്തിലും ഉപരിയായി വളരെ ക്ലിയറായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടി നാട്ടകം സുരേഷിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഞങ്ങളെ ചതിച്ചിട്ട് പോയവരാണ് ജോസ് കെ മാണി വിഭാഗം എന്ന നിലപാടാണ് അദ്ദേഹം ആവർത്തിച്ചത്. ഈ വികാരം തന്നെയാണ് കോട്ടയത്തെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകർക്കും ഉള്ളത്. നാം ഒരു വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉന്നതമായ നേതൃത്വം, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവർ, രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ കോട്ടയം പൊളിറ്റിക്സിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി തിരിച്ചറിയാതെയാണ് പലപ്പോഴും ജോസ് കെ മാണിയെ മാടി മുന്നണിയിലേക്ക് വിളിക്കുന്നത്. നമുക്കറിയാമല്ലോ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ കോട്ടയം ജില്ലയിലുണ്ടായിരുന്ന അപ്രമാദിത്വമാണ് ഒരു തലമുറയിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ അവസരങ്ങൾ ഇല്ലാതാക്കിയത്. UDF അണികൾക്കോ പ്രവർത്തകർക്കോ അനുഭാവികൾക്കോ മാത്രമല്ല, പൊതുജനത്തിനു പോലും ജോസ് കെ മാണിയോടുള്ള മനോഭാവം കോട്ടയം ജില്ലയിൽ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. കോട്ടയം ജില്ലയിലെ ഒരുപക്ഷെ ഏറ്റവും വെറുക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആരെ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 5-6 വർഷമായി ഏറ്റവും ഒന്നാം സ്ഥാനത്തെത്തുന്ന പേര് ജോസ് കെ മാണിയുടേതാണ് എന്ന വസ്തുത പോലും മനസ്സിലാക്കാതെയാണ് ഇവർ പലപ്പോഴും ജോസ് കെ മാണി വിഭാഗത്തെ മാടി മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നത്. നമുക്കറിയാം, 2021 കേരളത്തിൽ എമ്പാടും ഇടതു തരംഗം ആഞ്ഞടിച്ചപ്പോഴും തങ്ങളുടെ ശക്തി കേന്ദ്രമായ പാലായിൽ 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജോസ് കെ മാണി പരാജയപ്പെട്ടത്. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇതിനോട് സമാനമായ ഒരു പരാജയമാണ് 2 ചിഹ്നത്തിൽ മത്സരിച്ച പാർട്ടിയുടെ സിറ്റിംഗ് MP ആയിരുന്ന തോമസ് ചാഴികാടന് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നേടേണ്ടി വന്നത്. ആ ഘട്ടത്തിലും പാലായും കടുത്തുരുത്തിയും അടക്കമുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഭൂരിപക്ഷം നേടുവാനും UDFന് സാധിച്ചിരുന്നു. നാം ഓർക്കണം, സിറ്റിംഗ് MP ആയ തോമസ് ചാഴികാടനെ പരാജയപ്പെടുത്തിയത് ഇടുക്കിയിൽ നിന്നെത്തിയ ഫ്രാൻസിസ് ജോർജാണ്. അദ്ദേഹം ആ ഘട്ടത്തിൽ അത്ര സുപരിചിതനല്ലായിരുന്നു കോട്ടയം രാഷ്ട്രീയത്തിന് എന്നതുകൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഈ പരാജയത്തിൻ്റെ ആഘാതം നാം വിലയിരുത്തേണ്ടത്. അതുപോലെ തന്നെ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ പ്രതിനിധികൾ MLA മാരായിട്ടിരിക്കുന്ന കേരളത്തിൻ്റെ 5 നിയോജക മണ്ഡലങ്ങളിൽ, പേരെടുത്ത് പറഞ്ഞാൽ റാന്നി, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ഇടുക്കി നിയോജക മണ്ഡലങ്ങളിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ആധിപത്യം നേടുവാൻ UDFനും UDF സ്ഥാനാർത്ഥികൾക്കും സാധിച്ചിരുന്നു.
എന്നാൽ അത് ദേശീയ ട്രെൻഡിനൊപ്പമായിരുന്നു നിയമസഭയിൽ ഇതാവില്ല പാറ്റേൺ എന്ന അവകാശവാദവുമായിട്ടാണ് ജോസ് കെ മാണി വിഭാഗം കളം നിറഞ്ഞതും ന്യായീകരണം നിരത്തിയതും. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഇടതുമുന്നണിയോട് വിലപേശുന്ന ശൈലിയുണ്ടായി. കോട്ടയം ജില്ലയിൽ CPM-നെക്കാട്ടും CPI-യെക്കാട്ടും കോൺഗ്രസിനെക്കാട്ടും എല്ലാം വലിയ കക്ഷി തങ്ങളാണ് എന്ന ഭാവത്തോടു കൂടിയാണ് 1000-ലധികം സീറ്റുകൾ അവർ വിലപേശി വാങ്ങിയത്. എന്നാൽ മത്സരിച്ച സീറ്റുകളിൽ കേവലം 25% മാത്രമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിച്ച് കയറുവാൻ സാധിച്ചത്. അതിലെല്ലാം ഉപരിയായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ്റെ നിയോജക മണ്ഡലമായ ഇടുക്കിയിലാണെങ്കിലും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്ന മാണി ഗ്രൂപ്പ് MLA പ്രതിനിധാനം ചെയ്യുന്ന പൂഞ്ഞാറിലാണെങ്കിലും ചീഫ് വിപ്പായ N ജയരാജ് പ്രതിനിധാനം ചെയ്യുന്ന കാഞ്ഞിരപ്പള്ളിയിലാണെങ്കിലും ജോബ് മൈക്കിൾ പ്രതിനിധാനം ചെയ്യുന്ന ചങ്ങനാശ്ശേരിയിലാണെങ്കിലും പ്രമോദ് നാരായണൻ പ്രതിനിധാനം ചെയ്യുന്ന റാന്നി നിയോജക മണ്ഡലത്തിലാണെങ്കിലും UDF സ്ഥാനാർത്ഥികൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ ആധിപത്യം നേടുവാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ പ്രമോദ് നാരായണൻ മാത്രമായിരിക്കാം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിൽ നിന്ന് വിജയിച്ചു വരുവാൻ സാധ്യതയുള്ള എന്ന വിലയിരുത്തലുകൾ പുറത്തു വരുന്നതിനിടയിലാണ് ആ റാന്നി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ വോട്ടിൻ്റെ കണക്കുകൾ നാം പരിശോധിക്കേണ്ടത്. ഈ 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും UDF ആണ് വിജയം നേടിയത്. അതിൽ തന്നെ ആരോൺ ബിജ്ലി പനവേലി മത്സരിച്ച ഡിവിഷനിൽ 11,000-ലധികം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഈ യുവ നേതാവ് കോൺഗ്രസിന് വേണ്ടി വിജയിച്ചു കയറിയത്. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിലും UDF-നെയും കോൺഗ്രസിനെയും പിന്നിൽ നിന്ന് കൂത്തിയ ഉമ്മൻചാണ്ടിയെ പോലും തെറി പറയുന്ന അണികളുള്ള ഒരു പാർട്ടിയെ UDF-ലേക്ക് സണ്ണി ജോസഫ് ക്ഷണിച്ചത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഇതുമൂലം പ്രവർത്തകരുടെ മനസ്സിലുണ്ടായിട്ടുള്ള മുറിവിനെ എന്നേക്കുമായി ഇല്ലാതാക്കുവാൻ ഉതകുന്ന ഒരു പ്രസ്താവനയാണ് DCC അധ്യക്ഷനായ നാട്ടകം സുരേഷിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യാതൊരു കാരണവുമില്ലാതെ ഞങ്ങളെ വഞ്ചിച്ചിട്ട് പോയവർ ഒരു ശക്തിയുമില്ലാതെ രാഷ്ട്രീയ മരണത്തിന് വിധിക്കപ്പെടുമ്പോൾ അവരെ വലിച്ചു കയറ്റി പുനരുജ്ജീവിപ്പിക്കേണ്ട ആവശ്യം കോൺഗ്രസ്സുകാർക്കില്ല. ഇത്തരത്തിൽ ചുവട് ചുമക്കുവാൻ കോൺഗ്രസ്സുകാർ തയ്യാറല്ല എന്ന പ്രവർത്തക വികാരം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ്റെ നിലപാടിന് കടകവിരുദ്ധമായ ഒരു നിലപാട് നാട്ടകം സുരേഷ് പ്രഖ്യാപിച്ചത്. ഈ ഘട്ടത്തിൽ നാട്ടകം സുരേഷിൻ്റെ ഈ നിലപാട് പ്രഖ്യാപനം ജോസ് കെ മാണിക്ക് മാത്രമല്ല മന്ത്രിയായ VN വാസവന് കൂടി വെല്ലുവിളിയാണ് എന്നതും നാം ഓർക്കേണ്ടതുണ്ട്. VN വാസവൻ പ്രതിനിധാനം ചെയ്യുന്നത് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തെയാണ്. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ CPM-ൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കുമരകം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് കുറിച്ചി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ മുൻ മെമ്പറായിരുന്ന കുമരകംകാരനല്ലാത്ത കുറിച്ചിക്കാരനായ PK വൈശാഖ് എന്ന യുവ കോൺഗ്രസ് നേതാവ് 1650-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ വിജയിച്ചു കയറിയിട്ടുള്ളത്. അതിനാൽ തന്നെ VN വാസവൻ്റെ പരാജയം അസാധ്യമാണെന്ന് വിലയിരുത്തിയിരുന്ന ഒരു വിഭാഗം വോട്ടർമാർ പോലും ഇത്തവണ അല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന് അവിടെ ജനപ്രതിനിധി ഉണ്ടാകും എന്ന മനോഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോട്ടയം DCC അധ്യക്ഷനായ നാട്ടകം സുരേഷ് കോൺഗ്രസിനും UDF-നും വേണ്ടി ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങുവാനുള്ള സാധ്യതകൾ സജീവമാണ്. നാട്ടകം സുരേഷിന് വേണ്ടി ഈ സീറ്റ് വിട്ടുകൊടുക്കുവാൻ ജോസഫ് ഗ്രൂപ്പും ഏറെക്കുറെ സമ്മതിച്ചിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മത്സരത്തിനിറങ്ങാൻ നിൽക്കുന്ന ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും ആവേശകരമായ ഒരു പ്രതിരോധം തങ്ങൾക്ക് വേണ്ടി തീർക്കപ്പെടുമ്പോൾ, ഇത്രയും ആവേശകരമായ ഒരു പ്രസ്താവന ജോസ് കെ മാണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുണ്ടാകുമ്പോൾ അത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഹൃദയത്തോട് ചേർത്ത് വെക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രം നിലപാടല്ല എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് കോട്ടയത്തെ പൊതുജനങ്ങളുടെ അഭിപ്രായമാണ്. അങ്ങനെ ജനഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജനഹൃദയങ്ങളിൽ 2026 നിർണായക തെരഞ്ഞെടുപ്പിന് മുന്നിൽ കോട്ടയം DCC അധ്യക്ഷനായ നാട്ടകം സുരേഷ് സ്ഥാനമുറപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റായി മാറിയിരിക്കുകയാണ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ മുന്നണിയിലേക്കുള്ള കടന്നുവരവിനെ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന. ഇത്തരത്തിൽ കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ തല ഉയർത്തി നിൽക്കുവാൻ ഇടയാക്കിയ പ്രസ്താവന പങ്കുവച്ച നാട്ടകം സുരേഷിനെ കുറിച്ചുള്ള ചില രാഷ്ട്രീയ വിവരണങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.